കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ ഏറെക്കുറെ ശരിയാവുകയായിരുന്നു. ചാലക്കുടിയിൽ PC ചാക്കോയുടെ പരാജയമാണ് തികച്ചും അപ്രതീക്ഷിതമായത്. ഒരു ഘട്ടത്തിലും ഇത് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നില്ല. കണ്ണൂരിൽ വിജയിക്കുമെന്നും കാസർഗോഡ് അട്ടിമറിയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പാർട്ടി വിലയിരുത്തിയിരുന്നു. വടകരയിലെയും കോഴിക്കോട്ടെയും വിജയം ഇത് മറികടക്കാൻ ഉതകുന്നതാണ്. പത്തനംതിട്ടയിലെയും ആലപ്പുഴയിലെയും വിജയവും ആഭ്യന്തര പ്രശ്നങ്ങൾ മറികടക്കാൻ കഴിയുന്നവയാണ്. ഇടുക്കിയിലെ പരാജയവും വയനാട്ടിലെ വോട്ട് ചോർച്ചയും പാർട്ടിയിലും മുന്നണിയിലും ചർച്ചകൾക്ക് ഇടവരുത്തും. KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കി പാർട്ടിയിലെ പ്രശ്നങ്ങളെയും സാമുദായിക സമവാക്യ പ്രശ്നങ്ങളെയും പരിഹരിച്ചു. പ്രതിച്ഛായുള്ള VM സുധീരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് വന്നത് പാർട്ടിക്ക് പുതുജീവൻ നൽകി. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരെ അവധി നൽകാൻ കഴിഞ്ഞതും വിജയമായി. രാജ്യത്ത് കോൺഗ്രസിനെതിരായി വിധിയെഴുത്തുണ്ടായപ്പോഴും കേരളത്തെ ബാധിക്കാതിരുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. LDFിലെ സ്ഥാനാർത്ഥി നിർണയവും ദൗർബല്യങ്ങളും UDF വിജയത്തെ സഹായിച്ചിട്ടുണ്ട്. സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ വിജയം കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് നേരത്തെ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു. ഇത് കേന്ദ്രീകരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണവും. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരിടത്തും ഗവൺമെന്റിനെതിരായ ഒരു വികാരം ഉണ്ടായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച ഒരു അംഗീകാരമായിട്ടുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്. രാജ്യത്താകെ 50 സീറ്റ് തികക്കാൻ കഴിയാത്ത കോൺഗ്രസിന് 20ൽ 12 സീറ്റ് നേടിക്കൊടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടിക്ക് ദേശീയ പ്രാധാന്യം തന്നെ ലഭിക്കും. ഹൈക്കമാൻഡ് ദുർബലമാകുന്നതോടെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ സർക്കാരിനെ നയിക്കാനും ഉമ്മൻചാണ്ടിക്ക് കഴിയും. UDF ഘടകകക്ഷികളും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. കസ്തൂരിരംഗനിൽ ഇടഞ്ഞെങ്കിലും KM മാണി അനുനയിപ്പിക്കാൻ കഴിഞ്ഞത് അപസ്വരങ്ങൾ കുറച്ചു. PC ജോർജിന്റെ പ്രസ്താവനകൾ ഇനിയും ചർച്ചയ്ക്ക് വരുമെങ്കിലും കോൺഗ്രസ് ശക്തമായത് UDFനെ കൂടുതൽ ബലപ്പെടുത്തും. മീഡിയ 1 തിരുവനന്തപുരം.